അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 138. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നജ്അൽ ലഹു ഐനൈനി വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. فلقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة. സ്വദഖല്ലാഹു മൗലാനൽ അദീം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നാം സംസാരിക്കുന്നത് സൂറത്തുൽ ബലദിലെ 8 മുതൽ 16 വരെയുള്ള സുദീർഘമായ ആയത്തുകളുടെ ചെറിയ ഒരു വിശദീകരണമാണ്. ഇൻഷാ അല്ലാഹ് അതിൽ ഓരോ വാക്കുകളും വളരെ കനപ്പെട്ടതും വിശാലമായ വിശദീകരണങ്ങൾ അടങ്ങിയതുമാണ്. അത് പിന്നീട് നമുക്ക് വിശദമായി സംസാരിക്കാം അടുത്ത ദിവസങ്ങളിൽ. ഇന്ന് ഈ ആയത്തുകൾ ഈ സൂറയുടെ കഴിഞ്ഞ ചർച്ചകളുടെ തൊട്ടു പിറകിൽ വന്നതിൻ്റെ ചെറിയ താല്പര്യം മാത്രം പറഞ്ഞവസാനിപ്പിക്കാം. ലക്ഷ്യം തെറ്റി ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനോട് ആവശ്യമില്ലാത്തതിന് പണമെറിയുകയും തൻ്റെ ആയുസ്സും ആരോഗ്യവുമൊക്കെ ദീനിനെതിരിൽ ചെലവഴിക്കുകയും അള്ളാഹു കാണുന്നുണ്ട്, തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന ബോധം പോലുമില്ലാതെ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ അവനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ചില ചോദ്യങ്ങളിലൂടെ അവനിൽ നിന്ന് പടച്ച റബ്ബ് ലക്ഷ്യമിട്ട കാര്യങ്ങളിൽ മാത്രം അവനെ ഒതുക്കി നിർത്തുകയാണ്. അള്ളാഹു ചോദിക്കുന്നു, അലം നജ്അൽ ലഹു ഐനൈൻ, എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ ലക്ഷ്യം തെറ്റി ഓടാൻ കാരണം? അലം നജ്അൽ ലഹു ഐനൈൻ, ഈ മനുഷ്യന് നമ്മൾ സുന്ദരമായ 2 കണ്ണുകൾ നൽകിയില്ലേ? കാണാനുള്ള 2 കണ്ണുകൾ. വലിസാനം വശഫതൈൻ, അതുപോലെ അഴകാർന്ന 2 ചുണ്ടുകളും സ്ഫുടമായി സംസാരിക്കാൻ സാധിക്കുന്ന നാവും അവന് നാം കൊടുത്തിട്ടില്ലയോ? കണ്ണും മൂക്കും നാക്കുമൊക്കെ കൊടുക്കുകയും സത്യം കാണാനും സത്യം പറയാനും സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തതിൻ്റെ ശേഷം ആശയവിനിമയത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ട് വഹദൈനാഹു നജ്ദൈൻ, അവന് രക്ഷാശിക്ഷകളുടെ 2 റൂട്ടുകളും കൃത്യമായി നമ്മൾ വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ടും എന്തുകൊണ്ട് ഈ കണ്ണും മൂക്കും നാക്കുമൊക്കെയുള്ള മനുഷ്യൻ ഫലഖ്തഹമൽ അഖബ, അവൻ കടമ്പ കടക്കാൻ തയ്യാറാകുന്നില്ല? വമാ അദ്റാക മൽ അഖബ, എന്താണ് മനുഷ്യൻ
താണ്ടി തീർക്കേണ്ട കടമ്പകൾ ഏതാണ്? അവൻ കടന്നു തീർക്കണം എന്ന് നിർദ്ദേശിക്കപ്പെട്ട കടമ്പ ഏതാണെന്ന് നബിയെ തങ്ങൾക്കറിയുമോ? ഫക്കു റഖബ, അത് അടിമയെ മോചിപ്പിക്കലാണ്. അല്ലെങ്കിൽ വലഞ്ഞവനെ അവൻ്റെ കുടുക്കിൽ നിന്ന് രക്ഷിക്കലാണ്. ഔ ഇത്ആമും ഫീ യൗമിൻ ദീ മസ്വാബ, പട്ടിണിയുള്ള സീസണിൽ അവൻ ഭക്ഷണം കൊടുക്കലുമാണ്. യതീമന്ത മഖറബ, അടുത്ത ബന്ധുവായ അനാഥക്ക്. ഔ മിസ്കീനന്ത മത്രബ, അല്ലെങ്കിൽ അവശത അനുഭവിക്കുന്ന സാധുവിന്. അപ്പോൾ മനുഷ്യൻ കടന്നു തീർക്കേണ്ട കടമ്പ, മനുഷ്യന്റെ ചുമലിൽ അല്ലാഹു വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ബാധ്യത, അത് കാരുണ്യ പ്രവർത്തനമാണ്. കുടുങ്ങിയവരെ രക്ഷിക്കുക, സാധുക്കൾക്കും അനാഥകൾക്കും ഭക്ഷണം നൽകുക. ഈ കാരുണ്യ പ്രവർത്തനമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ ഏറ്റവും വലിയ കടമ്പ. ഇത് കടന്നു തീർക്കാനാണ്, ഇത് കൽപ്പിക്കപ്പെട്ടതുപോലെ നിർവഹിക്കാനാണ്, ഇതിൻ്റെ നിർവഹണം, പെർഫോമൻസ്, അത് പൂർണ്ണമാകാനാണ് അള്ളാഹു മനുഷ്യന് കണ്ണുകളും നാക്കും നൽകിയത് എന്ന് പറഞ്ഞതിൻ്റെ സാരമെന്താണ്? മനുഷ്യ, നിനക്ക് 2 കണ്ണുകൾ വെറുതെ തന്നതല്ല. ആരൊക്കെയാണ് ഭൂമിയിൽ കഷ്ടപ്പെടുന്നത്? ആർക്കാണ് ഉടുക്കാനില്ലാത്തത്? ആർക്കാണ് തിന്നാനില്ലാത്തത്, കുടിക്കാനില്ലാത്തത്, പാർക്കാനില്ലാത്തത്? ആരൊക്കെയാണ് അവശത അനുഭവിക്കുന്നത്, കഷ്ടപ്പെടുന്നത്? ഇത് കണ്ടു മനസ്സിലാക്കാനാണ് നിനക്ക് കണ്ണുകൾ തന്നത്, ഹറാമുകൾ കാണാനല്ല. അതുപോലെ തന്നെ നിനക്ക് നാവും 2 ചുണ്ടുകളും നൽകിയത് ഈ കണ്ണുകളെ കൊണ്ട് നീ പാവപ്പെട്ടവരാരാണെന്ന് കണ്ടു മനസ്സിലാക്കിയ ശേഷം, ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന കഷ്ടപ്പാടും വിഷമവുമുള്ള ആളുകളെ കണ്ടു മനസ്സിലാക്കിയതിൻ്റെ ശേഷം, നിന്റെ കയ്യിലുണ്ടെങ്കിൽ, നിന്റെ പോക്കറ്റിലുണ്ടെങ്കിൽ നിനക്ക് അവരെ കാശ് കൊടുത്ത് സഹായിക്കാം, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാം. ഇനി നിന്റെ കയ്യിലില്ലെങ്കിലോ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് കയ്യും കെട്ടി നിൽക്കാനുമോ? ഇല്ല. നിന്റെ കയ്യിലില്ലെങ്കിൽ, അതിനല്ലേ അള്ളാഹു നിനക്ക് സുന്ദരമായ ഒരു നാക്ക് തന്നത്, 2 ചുണ്ടുകൾ നൽകിയത്, സുന്ദരമായി സംസാരിക്കാൻ. അതെ, ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് ഇല്ലാത്തവൻ്റെ പോക്കറ്റിൽ ധനസഹായം എത്തിക്കേണ്ടതുണ്ട്. അത് നീ ചോദിക്കുക. നിന്റെ കയ്യിലില്ലെങ്കിൽ ഉള്ളവനോട് ചോദിച്ച് ഇല്ലാത്തവന് വാങ്ങിക്കൊടുക്കുക. അതിനാണ് അള്ളാഹു നാവും ചുണ്ടുമൊക്കെ നൽകിയത് എന്ന് വളരെ വ്യക്തമായി അള്ളാഹു പരിചയപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ഭൂമിയിൽ ആരാണ് കഷ്ടപ്പെടുന്നതെന്ന് കണ്ണുകൊണ്ട് നോക്കി, സ്വന്തം പോക്കറ്റിലുണ്ടെങ്കിൽ എടുത്തു കൊടുക്കുക, ഇല്ലെങ്കിൽ ഉള്ളവനോട് വാങ്ങി ഇല്ലാത്തവൻ്റെ പോക്കറ്റിലെത്തിക്കുക. ഈ വലിയ ധർമ്മമാണ് മനുഷ്യ നിനക്കുള്ളത്. എന്നിട്ടും എന്തുകൊണ്ട് ഫലഖ്തഹമൽ അഖബ, നീ കടമ്പ കടക്കാൻ തയ്യാറാകുന്നില്ല? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ കടമ തിരിച്ചറിഞ്ഞ പലരും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇതിലേറ്റവും വലിയ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ്. അള്ളാഹു അവിടത്തേക്ക് നൽകിയ ആ നാവിൻ്റെ പവർ, അത് മനസ്സിലാക്കി ആരൊക്കെ ആ ഭൂമിയിൽ കഷ്ടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയതിൻ്റെ ശേഷം ആ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ബഹുമാനപ്പെട്ട ശൈഖുന നാവുകൊണ്ട് ചോദിച്ച് ഉള്ളവരിൽ നിന്നും ഇല്ലാത്തവരിലേക്ക് വിദ്യാഭ്യാസത്തിനും ഭക്ഷണത്തിനും വെള്ളത്തിനും ഉടുപ്പിനും വീടിനും എല്ലാ ജീവിത സൗകര്യങ്ങൾക്കും വേണ്ടതെല്ലാം എത്തിച്ചു കൊടുക്കുന്ന രീതി, ഇത് നമ്മളും അനുവർത്തിക്കണം, ഓരോരുത്തരും ജീവിതത്തിൽ പകർത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.